ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇവിടെ എന്താണ് എ ബി സി എന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ കണക്കാക്കണം. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 60 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 70 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 24 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊരു ഏരിയ കണക്കാക്കുന്നത്. ഏരിയ കണക്കാക്കുന്നതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് പി എച്ച് എന്നുള്ളതാണ് അല്ലേ. ഹാഫ് പി എച്ച് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇക്വേഷനിൽ ആഡ് ചെയ്ത് നോക്കാം. ഹാഫ് പി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 12 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. 5 എത്രയാണ് കൂട്ടുകാരെ വരിക? ഹാഫ് ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ 60 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഹാഫാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അഥവാ 60 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. 30 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ബി ചോദ്യം, എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദ സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി ഇഫ് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്. എന്താണ്? ഇതേ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ. ഓക്കെ, എങ്ങനത്തെ ട്രയാങ്കിളാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, ഒരു പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കൂട്ടുകാരെ? ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതേ ഇക്വേഷനിൽ തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, ബി ആണ് ഇത്. എയുടെ ആൻസർ ആണ്. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഹാഫ് പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. കാരണം എന്താണ്? സെയിം ഏരിയ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? പി എച്ച് എന്ന് പറയുന്നത് 60 ആയിരിക്കും അല്ലേ. 60 ആയിരിക്കും. അപ്പോൾ പി എന്ന് പറയുന്നത് എത്രയാണ്? പി എന്ന് പറയുന്നത് എച്ച് നമുക്ക് ഓൾറെഡി അറിയാം 12 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ പി ഇൻറ്റു എച്ച് ഈക്വൽ ടു 60 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 12 ആണ്. എത്രയാണ്? 5. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് മറ്റൊരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി സി ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇത് ഇങ്ങനെയായിരിക്കും അല്ലേ. ഇങ്ങനെ വന്ന് ഈ രീതിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി 5 സെൻറ്റിമീറ്റർ ആണെന്ന്, മറ്റൊന്ന് 12 ആണെന്ന് കിട്ടി. ഇതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? അതിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ടാൽ മതി അല്ലേ. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എച്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സി ഉത്തരം ഇവിടെ എഴുതാം. എച്ച് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ പ്ലസ് എന്താണ്? ഇതിൻ്റെ എച്ച് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ തന്നിട്ടുണ്ട് എച്ച് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 12 സ്ക്വയർ പ്ലസ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 12 സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. ദെൻ 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്, അഥവാ 169 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? എച്ച് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 169 ചെയ്താൽ മതി. 169 എന്ന് പറയുന്നത് ഏതിൻ്റെ റൂട്ടാണ്? 13 ആണ്. ഓക്കെ, 13. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്. ഡ്രോ ദിസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ എന്താണ്? ഇത് ശരിയായ രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അളക്കുക. ഓക്കെ, 90 ഡിഗ്രി അളക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ ലംബം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ എത്രയാക്കുക? ഇതിനെ 12 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ ആക്കുക. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക. അത് 13 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 2 ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. A shop offer 20 rupees reduction on each 100 rupees if a watch of price 950 rupees is bought from this shop. How much reduction will we get? എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ഷോപ്പിൽ 100 രൂപക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 20 രൂപ അവിടെ റിഡക്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ 950 രൂപ വിലയുള്ള ഒരു വാച്ച് വാങ്ങുമ്പോൾ എത്ര രൂപ അവർക്ക് റിഡക്ഷൻ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 190, ഓപ്ഷൻ സി 180, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നോക്കണം കൂട്ടുകാരെ? നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് 950 രൂപക്ക് സാധനം വാങ്ങിക്കുകയാണ് അല്ലേ. 950 രൂപക്ക് വാങ്ങിക്കുമ്പോൾ എത്രയാണ്? 20% ആണ് 100ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ ഇതും കൂടി വെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? 190 ആണ്. ഇനി ഇതല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരെണ്ണം ഉണ്ട്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? 100 രൂപക്ക് 20 രൂപയാണ് കുറക്കുന്നത്. 900 എന്നതിൽ എത്ര 100 ഉണ്ട്? 9 എണ്ണമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 9 × 20 എത്രയാണെന്ന് നോക്കുക. 180 ആണ്. ഓക്കെ, 180 ആണ്. ഇനി ബാക്കി എത്രയുള്ളത്? 50 രൂപയാണുള്ളത് അല്ലേ. 950-ൽ 50 രൂപയാണുള്ളത്. 100 രൂപക്ക് 100 രൂപ കുറക്കുന്നുണ്ടെങ്കിൽ 50 രൂപക്ക് എത്രയാണ്? 100 രൂപക്ക് 20 രൂപ കുറക്കുന്നുണ്ടെങ്കിൽ 50 രൂപക്ക് 10 രൂപയാണ് കുറക്കുക. അപ്പോൾ ഈ 180ൻ്റെ കൂടെ 10ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ 190 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഇക്വേഷൻ ബേസിലും ചെയ്യാം, ലോജിക്കായിട്ട് ജസ്റ്റ് ചിന്തിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യുകയും ചെയ്യാം. ഇനി ബി, ദിസ് ഈസ് ദ റിഡക്ഷൻ ഓഫർ ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് ഇൻ കണക്ഷൻ വിത്ത് ഓണം. എന്താണ്? ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കടയിലെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഓഫറാണ്. റിഡക്ഷൻ സെയിൽ 30% റിഡക്ഷൻ. എന്താണ്? 30% റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ്. എ ചോദ്യം, രാജു ബോട്ട് എ മൊബൈൽ ഫോൺ ഓഫ് കോസ്റ്റ് ₹7,500. വാട്ട് ഈസ് ദ എമൗണ്ട് ഹി ഹാസ് ടു പേ ആഫ്റ്റർ ദ റിഡക്ഷൻ? എന്താണ്? 7,500 രൂപക്ക് രാജു ഒരു മൊബൈൽ വാങ്ങി. അപ്പോൾ റിഡക്ഷൻ കഴിച്ചിട്ട് എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര രൂപയായിരിക്കും കൂട്ടുകാരെ കൊടുക്കേണ്ടി വരിക? അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എന്ന് പറയുന്നത് എന്താണ്? 7,500-നാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 7,500-ന് സാധനം വാങ്ങിക്കുമ്പോൾ എത്രയാണ്? 30% ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 30 ÷ 100 എത്രയാണ് കൂട്ടുകാരെ കിട്ടുക? ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2,250 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആകെയുള്ളത് 7,500 ആണ്. അപ്പോൾ 7,500-ൽ നിന്നും എന്ത് ചെയ്യണം? ഈ പൈസ റിഡക്റ്റ് ചെയ്യണം. അഥവാ 2,250 റിഡക്റ്റ് ചെയ്യുക. എത്രയാണ്? 5,250 ആണ് രാജു മൊബൈലിനായിട്ട് കൊടുക്കേണ്ടത്. ഇനി ലിസി ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3,600 rupees when she bought a TV from this shop. What was the price of this TV displayed in the shop? അങ്ങനെ നമ്മുടെ ലിസി അവിടെ നിന്ന് റിഡക്ഷനോട് കൂടിയിട്ട് റിഡക്ഷൻ കിട്ടി 3,600 രൂപ റിഡക്ഷൻ കിട്ടിയിട്ട് അവിടെ നിന്നൊരു TV വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പിലെ TVയുടെ വില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കൂട്ടുകാരെ നമുക്കിത് കണ്ടെത്താൻ വേണ്ടി പറ്റും? നമുക്കറിയാം വില അല്ലേ. വിലയുടെ കൂടെ എന്ത് കൂട്ടണം? പ്രൈസ് ഇൻറ്റു ഇവിടെ ചെയ്യാം. പ്രൈസ് ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100 ആണ് എന്ത് പറയുന്നത്? 3,600 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3,600 ഡിവൈഡഡ് ബൈ ഇതെന്ത് ചെയ്യും? ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.3 എന്ന് കിട്ടും. ഇതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എന്താണ്? 12,000 എന്ന് കിട്ടും. അപ്പോൾ അവിടെ TVയുടെ വില എന്ന് പറയുന്നത് 12,000 rupees ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. If the middle number of these consecutive even numbers is take as x, what will be the first number? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ കോൺസിക്യൂട്ടീവ് 3 അടുത്തടുത്തുള്ള മിഡിലായിട്ടുള്ള 3 കോൺസിക്യൂട്ടീവ് നമ്പർ എടുക്കുകയാണ്. അതിലെ സെൻറ്ററിലെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. x+2 ആണോ, അല്ലെങ്കിൽ x-2 ആണോ, എക്സ് ആണോ, x-1 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും കൂട്ടുകാരെ ആൻസർ എന്ന് പറയുന്നത്? ഏതാണ്? x-1 ആയിരിക്കും. ഓക്കെ, x-1 എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കൂ. 2 + 4 + 6 = 12.
4 + 6 + 8 = 18. 6 + 8 + 10 = 24. ഇനി എന്താണ് അടുത്ത നെക്സ്റ്റ് പാറ്റേൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താണ് 2 4 6. അടുത്ത നമ്പർ ഏതാണ് 8 ആണ് അല്ലേ, 8 ആയിരിക്കും. പിന്നെ ഇവിടെയോ, ഇവിടെ 4 6 8 ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് 10 ആണ്. ഓക്കെ, 10 വരും. ഇനി ഇവിടെ നോക്കൂ 6 8 10, പിന്നെ അടുത്ത ഏതാ 12 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഏതായിരിക്കും കൂട്ടുകാരെ, നെക്സ്റ്റ് പാറ്റേൺ എന്ന് കൂട്ടുകാർ പറഞ്ഞേ ഏതാണ്? നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 10 + 12 + 14 ആണ്. എത്രയാണ് 36 എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലെ സി ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആൻഡ് ദെയർ മിഡിൽ നമ്പർ? എന്താണ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ മിഡിൽ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് 3 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ എന്നുള്ളതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ. ഓക്കെ, then the sum of 3 consecutive even numbers will be equal to ഏതാണ് 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻഷിപ്പ് യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് എഴുതണം. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? x-2 + x + x+2 എന്ന് പറയുന്നത് എന്താണ് 3 ടൈംസ് ആണല്ലേ, അഥവാ 3x ആണ്. ഓക്കെ, x-2 + x + x+2 = 3x ആണ്. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റിയിലേക്കാണ് കടക്കേണ്ടത്. നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് പെരിമീറ്റർ ആസ് 40 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അഥവാ 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ക്വയറിൻ്റെ എന്ത് കണ്ടെത്തണം? ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 400 സ്ക്വയർ സെൻറ്റിമീറ്റർ, 200 സ്ക്വയർ സെൻറ്റിമീറ്റർ, 100 സ്ക്വയർ സെൻറ്റിമീറ്റർ, 80 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻസ് വന്നിട്ടുള്ളത് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 വശങ്ങളും കൂടെ കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുക. അപ്പോൾ ഈ വശം 10 ആയിരിക്കും, ഇത് 10 ആയിരിക്കും, ഇത് 10, ഇത് 10. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 40 40 എന്ന് കിട്ടുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കാം? നമുക്ക് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലേ, അഥവാ L ഇൻറ്റു L ആണ്. അപ്പോൾ എത്രയാണ്? 10 ഇൻറ്റു 10 ആണ്. എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 100 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് പറയുന്ന 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് വി ക്യാൻ റൈറ്റ് 1764 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് സ്ക്വയർ ഓഫ് ഏരിയ 1764 സ്ക്വയർ സെൻറ്റിമീറ്റർ? എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഇതിന് 1764 ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ പരപ്പരമുള്ള ഇതേ ഏരിയ സ്ക്വയർ ഏരിയയുള്ള ഒരു സ്ക്വയറിൻ്റെ എന്ത് കണ്ടെത്തണം? ഒരു വശത്തിൻ്റെ നീളമാണ് നമ്മളെടുത്ത് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കൂട്ടുകാരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? എങ്ങനെ പറ്റും നമുക്ക്? നമുക്കറിയാം L ഇൻറ്റു L എന്ന് പറയുന്നതാണ് ഇതിൻ്റെ 1764 എന്നുള്ളത് അല്ലേ, അഥവാ L ഇൻറ്റു L എന്ന് പറയുന്നതാണ് 1764 എന്ന് പറയുന്നത്. അപ്പോൾ L സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1764 ആണ്. L കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? √1764 ചെയ്യണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 42 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 42 ആണ് ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. Then find the area of the square in the given figure. ഈ ഫിഗറിലെ ഏരിയ കണ്ടുപിടിക്കാനാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി നമുക്ക്? അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാണാവുന്നതാണ്. എങ്ങനെ എഴുതാം നമുക്ക്?
നമുക്കറിയാം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് ഈ എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം, ഹൈപ്പോട്ടീനിയസ് സ്ക്വയർ എച്ച് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എന്താണ് എച്ച് സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, അവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ബി എത്രയാണ് തന്നിട്ടുണ്ട് 15 സ്ക്വയർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എത്രയാണ് 15 ആണ്. 15 സ്ക്വയർ ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ 450 എന്ന് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എച്ച് ഈക്വൽ ടു എച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, റൂട്ടായിട്ട് മാറും. എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് 450 എത്രയാണ് 21.2 ആണ്. ഓക്കെ, 21.2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്കറിയാം സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കണം, സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 21.2 ഇൻറ്റു 21.2 എത്രയാണ് കിട്ടുക, 449.8 ഒക്കെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എത്ര എഴുതാം, 450 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യമുണ്ട് ഇതിൽ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 24 ഡിവൈഡഡ് ബൈ 1/2 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ വരക്കാൻ വേണ്ടി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 24 1/5 എന്ന് പറയുന്നത് എത്രയാണ്, 24.5 ആണല്ലേ. അപ്പോൾ 24.5 എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു വശം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം എന്താണ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈപ്പോട്ടീനസ് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, 3.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, 3.5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും ഇങ്ങനെ 3.5 എടുത്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതേ രൂപത്തിലാണ് നിങ്ങൾക്ക് ഒരു സ്ക്വയർ കിട്ടുന്നത്. ഓക്കെ, ഇതേ രൂപത്തിലായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കുടുംബശ്രീ യൂണിറ്റ് ബുക്ക് എ ലോൺ ഓഫ് റുപ്പീസ് 4,18,000 ഫ്രം എ കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ എ പീരീഡ് ഓഫ് 1 year ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്, ഒരു കുടുംബശ്രീ യൂണിറ്റ് 4,80,000 രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഒരു വർഷത്തെ പീരീഡിന് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ദ ബാങ്ക് കളക്ട് 1/4% ഇൻട്രസ്റ്റ് ഓഫ് 1 year. അപ്പോൾ ഒരു വർഷം അവരെത്രയാണ്, 6.25% പലിശയാണ് കണക്കാക്കുന്നത്. They spend 60% of the amount to buy computers and the rest to buy furniture. അപ്പോൾ അതിൽ നിന്നും 60% അവർ കമ്പ്യൂട്ടർ വാങ്ങാനും ബാക്കി ഫർണിച്ചർ വാങ്ങാനുമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് കറസ്പോണ്ടിങ് സീസ് 1/4%? 6.25% എന്നുള്ളതിൻ്റെ ഫ്രാക്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ 1/6, ഓപ്ഷൻ ബി 1/4, ഓപ്ഷൻ സി 1/12, ഓപ്ഷൻ ഡി 1/16. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ഇത് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയോ? ഇത് നമ്മൾ കണക്കാക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്കറിയാം 6 1/4% ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യും, 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 25 ആയിട്ട് മാറും. അപ്പോൾ 25 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 എടുത്ത് എഴുതുക. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇനി ഇതിനെങ്ങനെ നമുക്ക് ചെയ്യാം, 25 ഡിവൈഡഡ് ബൈ 4 × 100. ഓക്കെ, എത്രയാണ്, 25 ഡിവൈഡഡ് ബൈ 14 എന്നായിട്ട് മാറും. ഓക്കെ, 400 എന്നായിട്ട് മാറും. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 400 എന്ന് പറയുന്നത് ഏതാണ്, 1/6 ആണ്. ഓക്കെ, അപ്പോൾ ഈ 400 എന്ന് പറയുന്നത് 25-ൻ്റെ 16% ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ഓപ്ഷൻ 6 ആണ് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, 1/16 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഹൗ മച്ച് എമൗണ്ട് ഈസ് സ്പെൻഡ് ഓൺ ബൈയിങ് കമ്പ്യൂട്ടേഴ്സ്? ഇനി കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര പൈസയാണ് ഇവർ ചിലവാക്കിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും കൂട്ടുകാരെ? ഇവർ എടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. 4 lakh എത്രയാണ്, 80,000 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക,
ഇവിടെ എഴുതാം, ബി ആൻസർ ആണ്. 4,18,000 ഇൻറ്റു എത്രയാണ്, 60% ആണ് ചിലവഴിച്ചിട്ടുള്ളത്. 60 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്, 2,88,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട്സ് യൂസ്ഡ് ഫോർ ബൈയിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫർണിച്ചർ. കമ്പ്യൂട്ടറും ഫർണിച്ചറും വാങ്ങിക്കാനുള്ള പൈസയുടെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൽ 60% ആണ് നമ്മൾ എന്തിനു ഉപയോഗിച്ചിട്ടുള്ളത്, കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി എത്രയാണുള്ളത്, 100 മൈനസ് 16 എത്രയാണ്, 14% ആണ് എന്തിനുപയോഗിച്ചത്, 16% ഇതിന് ഉപയോഗിച്ചു അല്ലേ. ബാക്കി എത്രയാണ്, 14 ആണ്. അപ്പോൾ അത് 20% ആണ് അവർ എന്തിനു ഉപയോഗിച്ചിട്ടുള്ളൂ, നമ്മുടെ ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും എത്ര കണ്ടുപിടിക്കണം, 4,18,000 ഇൻറ്റു എന്ത് ചെയ്യണം നമ്മൾ, 18,000 ആണ്, 0 മറന്നു. 18,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് ഉപയോഗിച്ചത്, 96,000 ആണ്. ഓക്കെ, 96,000 ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ ദ ബാങ്ക് ആഫ്റ്റർ 1 ഇയർ. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എത്ര പൈസയാണ് തിരിച്ചടക്കേണ്ടത്. എത്രയാണ് കൂട്ടുകാരെ എടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, എടുത്തിട്ടുള്ള എമൗണ്ട് 4,18,000 ആണല്ലേ. അതിൻ്റെ എത്ര അടക്കണം, 1/16 ആണ് അടയ്ക്കേണ്ടത്. 1/16 എന്ന് പറയുന്നത് 30,000 ആണ്. ഓക്കെ, 30,000 ആണ്. അപ്പോൾ അവർ തിരിച്ചടക്കേണ്ടത് ഈ രണ്ട് എമൗണ്ടും കൂടെ അടക്കണം. 4,18,000 പ്ലസ് 30,000 കൂടെ തിരിച്ചടക്കണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5 lakh എത്രയാണ്, 10,000 എന്ന് വരും. അത്രയും എമൗണ്ട് അവർ തിരിച്ചടക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ. ഇത് കുറച്ച് കൺഫ്യൂഷനാണ്, പക്ഷേ കൂട്ടുകാരൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 6 ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ നമ്പേഴ്സ് ഗിവൺ ബിലോ ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിങ് വിത്ത് 11 ആൻഡ് ആഡിങ് ദ നമ്പർ 9 അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താണ്, ആദ്യം ഈ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 11 കൊണ്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, 11 തുടങ്ങിയിട്ട് നമ്മൾ 9 ഇങ്ങനെ കൂട്ടി കൂട്ടി പോയിട്ടുള്ള നമ്പേഴ്സാണ്. ദെൻ 11, 20, 29, 38 അഥവാ 11ൽ 9 ചേർക്കുമ്പോൾ എത്രയാണ്, 20 ആയി. 20 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 29, 29 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 38. ഇനി വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എമംഗ് ദീസ് നമ്പർ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ 100ൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നമ്പർ ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും, 90 ആയിരിക്കും. 90യുടെ കൂടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 9 ആഡ് ചെയ്യുമ്പോൾ 99 ആവുള്ളൂ അല്ലേ. പിന്നെ 92 ആകുമ്പോൾ 92യുടെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 100 ആയിട്ട് മാറും. ഇനി അടുത്തത് 88ൻ്റെ കൂടെ പറ്റുമോ, ഇല്ല. 88ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്താണ്, അവിടെ റിമൈൻഡർ വരികയാണ് ചെയ്യുന്നത്. 98ൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 9 ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, 92 മാത്രമേ ആൻസർ ആയിട്ട് വരികയുള്ളൂ. ഇനി അടുത്തത്, വാട്ട് ഈസ് എ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് ദീസ് നമ്പർ ബൈ 9. ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്, നമ്മൾ ആദ്യം 11 ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരെണ്ണം ചെയ്താൽ തന്നെ മനസ്സിലാവും എത്രയാണ് അവിടെ റിമൈൻഡർ കിട്ടുക, 2 ആണ് കിട്ടുക. കാരണം 9ൽ നിന്നും 2 ആണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഇതിൽ സി എന്ന് പറയുന്നത് ഈസ് 200 എ നമ്പർ എമംഗ് ദീസ്. ഇതിൽ വരുന്ന ഒരു നമ്പർ ആണോ 200 എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണോ, ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക, യെസ് എന്ന് എഴുതി കൊടുക്കുക. റൈറ്റ് ദ കോമൺ ഫോം ഓഫ് ദീസ് നമ്പേഴ്സ് യൂസിങ് ആൾജിബ്ര. അപ്പോൾ ആൾജിബ്ര വെച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങളുടെ അടുത്തൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു സംഖ്യയുടെ കൂടെ 9 ആണ് കൂട്ടേണ്ടത് അല്ലേ. അപ്പോൾ 9n + 2 എന്നുള്ളതാണ്. ഓക്കെ, 9n + 2 എന്ന് പറയുന്നതാണ്. അഥവാ n എന്ന് പറയുന്നത് എന്താണ്, 1, 2, 3 എന്ന് വരും. 1, 2, 3 എന്ന നമ്പേഴ്സായിട്ട് വരും. ഇനി 7th ആക്ടിവിറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, among the set of numbers given below, which set of number can be the sides of right triangle. എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 7, 8, 9, ഓപ്ഷൻ ബി 6, 8, 10, ഓപ്ഷൻ സി 5, 10, 15, ഓപ്ഷൻ ഡി
8, 10, 12. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്? പൈതഗോറസ് തിയറി ആണല്ലേ. അഥവാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്നത് സി സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ കൂട്ടുകാരിതിലെ ഓരോ നമ്പേഴ്സും എടുത്തുകൊണ്ട് ചെയ്യുക. ഇപ്പോൾ 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ എന്ന് കിട്ടണം. അങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഏതാണെന്ന് നോക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 6, 8, 10 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ കൂട്ടുകാർ ഓരോന്നായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ബി ചോദ്യം, ദ അഡ്ജസ്റ്റന്റ് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ 8 centimeters and 3 centimeters. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡ്രോൺ ഇൻ ദ ഡയഗണൽ ഓഫ് ദിസ് ട്രയാങ്കിൾ? എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെടുത്ത് കൂട്ടുകാരെ? ഇവിടെ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഒരു ചതുരത്തിൻ്റെ അടുത്തടുത്ത വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 8 സെൻറ്റിമീറ്ററും മറ്റൊന്ന് 3 സെൻറ്റിമീറ്ററും ആകുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മളുടെ അടുത്ത് ഡയഗണൽ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരക്കുന്ന അതിൻ്റെ ഏരിയയാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ വികരണത്തിൽ വരക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് നമുക്കിവിടെ 2 എണ്ണം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അഥവാ 8 സ്ക്വയർ, ഓക്കെ, 8 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 73 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 73 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ സി ചോദ്യം, ദ ഫിഗർ ഷോസ് ദ ഡ്രോൺ ഓഫ് എ പ്ലോട്ട്. എന്താണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു പ്ലോട്ടിൻ്റെ ഡ്രോയിങ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഷേപ്ഡ് പ്ലോട്ട് ഗിവൺ ഇൻ ദ പിക്ചർ? അപ്പോൾ ഈ പിക്ചറിൽ ആ ഒരു ചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട്? ആ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു ചതുരം ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ചതുരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് 12 ആണ്. അപ്പോൾ ഇതും 12 ആയിരിക്കും. പിന്നെ ഇത് എത്രയാണ്? ഇത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ 3 ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എത്രയായിരിക്കും കൂട്ടുകാരെ? 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആയിരിക്കും. എത്രയാണ്? 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഈ എന്താണ് പറയുക, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? ഈ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ എത്രയാണ്? ഈക്വൽ ടു 1/2 × 12 × 5 ആണ്. ഓക്കെ, അഥവാ 12 എത്രയാണ് ആൻസർ വരിക? 30 എന്ന് ആൻസർ വരും. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. റെക്റ്റാങ്കിൾ എത്രയാണ് വരിക? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ വരുന്നത്? എത്രയാണ്? 12 × 3 ആണ്. അഥവാ 36 ആണ്. ഇനി നമ്മൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു 169 × 30 + 36 എത്രയാണ്? 235 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ടാണ് ചെയ്ത് നോക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സമചതുരത്തിൻ്റെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ത്രികോണത്തിൻ്റേത് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ ഈ ചതുരത്തിൻ്റേത് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ആകെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. ഓക്കെ, ദിസ് പൈ ചാർട്ട് ഷോസ് ദ ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ ഡിഫറെൻറ്റ് ക്രോപ്സിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ ആണ് അവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ദ കോൺ? കോണിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 50%, 5%, 10%, 40%.
എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ ബാക്കി എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ 40 + 25 + 15 + 15 എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 95 എന്ന് കിട്ടും. ഓക്കെ, ആകെ ഉള്ളത് 100% ആണല്ലേ? അപ്പോൾ 100 - 95 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ പെർസെൻറ്റ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്? റൈസും വീറ്റും തമ്മിലുള്ള പ്രൊഡക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണ് ഡിഫറൻസ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് കൂട്ടുകാരെ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇവിടെ വീറ്റ് എന്ന് പറയുന്നത് 40% ആണല്ലേ? 40% ആണ്. ദെൻ റൈസ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 40 നിന്നും 15 മൈനസ് ചെയ്യണം. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? എത്രയാണ്? 25% ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. See, if the total production in the state is 4,800 tons in the state, how much ton is the production of wheat? എന്താണ്? 4800 ടൺ പ്രൊഡക്ഷൻ ആണ് അവിടെ ഉള്ളത്. അതിൽ എത്രയാണ് വീറ്റ് പ്രൊഡക്ഷൻ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 4800 ആണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വീറ്റിൻ്റെ 40% നമ്മൾ അതിൽ നിന്നും നോക്കുക. 40 / 100 എത്രയാണ്? 1920 ടൺ ആണ് എന്ത് വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഡി ചോദ്യം, in the pie chart, what is the center angle of the part showing the production of sugar cane? ഇതിൽ ഷുഗർ കെയിന് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് പ്രൊഡക്ഷൻ കാണിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 25 ആണ് ഇതിലെ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 25% ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാത്സ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓരോ ആൻസേഴ്സും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ ടൈം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റീചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.